നമ്മളിനി നോക്കാൻ പോകുന്ന കോൺസെപ്റ്റ് ആണ് പോയിസൺസ് റേഷ്യോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, സിമ്പിളാണ് കേട്ടോ. സോ പോയിസൺസ് റേഷ്യോ. പോയിസൺസ് റേഷ്യോ ലെറ്റർ മ്യൂ എന്ന ലെറ്ററാണ് ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. മ്യൂ എന്ന് പറഞ്ഞ ഒരു ഗ്രീക്ക് വേർഡാണ് കേട്ടോ. ഗ്രീക്ക് വേർഡാണ് മ്യൂ എന്ന് പറഞ്ഞാൽ. മ്യൂ ആണ് പോയിസൺസ് റേഷ്യോ. അപ്പോൾ എന്താ നമുക്ക് നോക്കാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനൊരു റെക്റ്റാങ്കുലർ ബാർ എടുത്തു. ഓക്കെ, റെക്റ്റാങ്കുലർ ബാർ എടുത്തു. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, ഇവിടുന്ന് ഫോഴ്സിനെ പിടിച്ച് വലിച്ചു. ഇവിടും ഫോഴ്സ് പിടിച്ച് വലിച്ചു. പി എന്ന് പറഞ്ഞ ഫോഴ്സ് ഞാൻ എന്ത് ചെയ്തു, ടെൻഷൻ ഫോഴ്സ് എടുത്ത് പുള്ള് ചെയ്തു. എന്ത് സംഭവിക്കും, ഇതിൻ്റെ ലെങ്ത് എന്ത് ചെയ്യും, കൂടും അല്ലേ. ലെങ്ത് എന്ത് ചെയ്യും, ലെങ്ത് കൂടും. ഈ മെറ്റീരിയലിൻ്റെ ലെങ്ത് എന്ത് ചെയ്യും, ലെങ്ത് ഇങ്ങനെ കൂടും. ഇങ്ങനെ ലെങ്ത് കൂടാൻ മാത്രമല്ല ചെയ്യാം അല്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനൊരു മെറ്റീരിയൽ എടുത്തു, ഞാനൊരു ഫോഴ്സ് പി എന്ന് പറഞ്ഞ ഫോഴ്സ് ഇവിടെയും കൊടുത്തു, പി എന്ന് പറഞ്ഞ ഫോഴ്സ് ഇവിടെയും കൊടുത്തു വിചാരിക്കുക. ഇതിൻ്റെ ലെങ്ത് മാത്രമാണ് നമുക്ക് ശരിക്കും കൂടാൻ വലിക്കുമ്പോൾ അല്ല. ഇവിടുത്തെ ക്രോസ് സെക്ഷൻ എന്ത് ചെയ്യും, കുറയും അല്ലേ. ക്രോസ് സെക്ഷൻ ഇങ്ങനെ കുറയില്ല, ഇങ്ങനെ ഒരു ഷേപ്പ് വരില്ലേ, ക്രോസ് സെക്ഷൻ എന്ത് ഇങ്ങനെ കുറയാൻ ചാൻസ് ഉണ്ട് അല്ലേ. അത് ലെങ്ത് കൂടും ചെയ്യും, പക്ഷെ എന്ത് ചെയ്യും, ഇവിടുത്തെ തിക്നെസ് ബ്രെത്ത് എന്ത് ചെയ്യും, കുറയും. അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ ക്രോസ് സെക്ഷൻ എന്ത് ചെയ്യും, കുറയാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതായത് ഫോഴ്സ് കൊടുക്കുമ്പോൾ ലെങ്ത്തിൽ മാത്രമല്ല ശരിക്കും ചേഞ്ച് വരാം. എവിടെ ചേഞ്ച് വരും, ഈ ലാറ്ററലായ ഭാഗത്ത് എന്ത് വരും, ചേഞ്ച് വരും. ലാറ്ററൽ എന്ന് പറഞ്ഞാൽ ഇത് ലോഞ്ചിറ്റ്യൂണൽ ആക്സിസ്, അതിന് പെർപെൻഡിക്കുലർ ഭാഗമാണ് ഇത് ലാറ്ററൽ ആക്സിസ്. അവിടെ എന്ത് വരും, കുറവ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇൻ കേസ് ഞാനൊരു ബാർ എടുത്തു, കംപ്രസീവ് ഫോഴ്സ് കൊടുത്തു, കംപ്രസീവായ ഒരു ഫോഴ്സ് കൊടുത്തു, എന്ത് സംഭവിക്കും, ഇതിൻ്റെ തിക്നെസ്, ഈ ഭാഗത്തുള്ള തിക്നെസ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും അല്ലേ. ഇതിങ്ങനെ ഒരു ഷേപ്പ് വരില്ലേ, ഈ ഭാഗത്ത് എന്ത് ചെയ്യും, ഒരു ബമ്പ് പോലെ എന്ത് ചെയ്യും, ഉണ്ടാവും അല്ലേ. തിക്നെസ്, അതായത് ലെങ്ത് കുറയും ചെയ്യും, പക്ഷെ ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ തിക്നെസ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അതായത് ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, ലാറ്ററലായ ഡയറക്ഷൻ മാത്രമല്ല, ലോഞ്ചിറ്റ്യൂണലായ ഡയറക്ഷൻ മാത്രമല്ല, ലാറ്ററലായ ഭാഗം എന്ത് ചെയ്യും, നമുക്ക് ഡിഫറൻസ് വരും. ഓക്കെ, ആ കോൺസെപ്റ്റിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യുക, പോയിസൺസ് റേഷ്യോ എന്ന ഒരു കോൺസെപ്റ്റ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് പോയിസൺസ് റേഷ്യോ നോക്കാം. ഓക്കെ, എക്സാമ്പിൾ പറയാണ്, ഞാനൊരു ബാർ എടുത്തു. ഇതാണ് എൻ്റെ റെക്റ്റാങ്കുലർ ബാറിന് എടുത്തിട്ട്, റെക്റ്റാങ്കുലർ ബാർ. ഓക്കെ, ഇതിൻ്റെ ക്രോസ് സെക്ഷൻ, റെക്റ്റാങ്കുലർ ബാർ എടുത്തു. ഓക്കെ, ഇതിൻ്റെ ക്രോസ് സെക്ഷൻ ഒരു സ്ക്വയർ ആണ് വിചാരിക്കുക. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, ഇവിടെ നിന്ന് ഒരു ഫോഴ്സ് കൊടുത്തു. ഇതിൻ്റെ ക്രോസ് സെക്ഷൻ ആണ് കേട്ടോ, ഇതിൻ്റെ ക്രോസ് സെക്ഷൻ ആണ് ഇത്. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും, ഇതിൻ്റെ ലെങ്ത് കൂടും. ഒബ്വിയസ് എന്ത് ചെയ്യും, ഇതിൻ്റെ ലെങ്ത് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഇത്ര ഇൻക്രീസ് ചെയ്യും, ലെങ്ത് ഇത്ര എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. പക്ഷെ ലെങ്ത് മാത്രമല്ല ഇൻക്രീസ് ചെയ്യുക, അതിൻ്റെ ലാറ്ററൽ, ഈ ലെങ്ത് വൈസ് ഡയറക്ഷൻ ആണ് അതിൻ്റെ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷൻ. ലെങ്ത് വൈസ് ഇതിന് പെർപെൻഡിക്കുലർ വരുന്നത്, അതായത് ഈ ഡയറക്ഷൻ ക്രോസ് സെക്ഷൻ, ഈ ക്രോസ് സെക്ഷൻ ഏരിയ ഇല്ലേ, ഈ ഡയറക്ഷനും അതുപോലെ ഈ ഡയറക്ഷനും, അതാണ് എന്ത്, അതിൻ്റെ ഒരു ലാറ്ററൽ ഡയറക്ഷൻ അല്ലെങ്കിൽ ലാറ്ററൽ വാല്യൂസ് പറയും അവിടുത്തെ. ഓക്കെ, ലെങ്ത് എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂണൽ വാല്യൂ ആണ്. ലോഞ്ചിറ്റ്യൂണൽ വാല്യൂ ആണ് എന്ത്, ലെങ്ത് എന്ന് പറയുന്നത്. അതിന് ഓപ്പോസിറ്റ്, അതിന് പെർപെൻഡിക്കുലർ വരുന്ന ഈ ഡയറക്ഷൻ, അതായത് ഇങ്ങനെ ഒരു ബാർ ഉണ്ട് വിചാരിക്കുക. ഓക്കെ, ഈ ഡയറക്ഷൻ അതിൻ്റെ ലെങ്ത് വൈസ് വരാം. ഓക്കെ, ഇതാണ് എന്ത്, അതിൻ്റെ ക്രോസ് സെക്ഷൻ വരിക. ഈ ക്രോസ് സെക്ഷൻ വാല്യൂസ് ആണ് എന്ത്, ലാറ്ററൽ എന്ന് പറയാം, ലാറ്ററൽ ഡയറക്ഷൻ. ഇതോ ഈ ലെങ്ത് വൈസോ, അതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ. ഓക്കെ, ഞാൻ ഇവിടെ പറയാൻ വന്നത്, സാധാ ഇതെന്ത് ചെയ്യും, ഒരു ഫോഴ്സ് കൊടുത്തു, എന്ത് സംഭവിക്കും, ഇതിൻ്റെ ലെങ്ത് കൂടും. ഇവിടെ ഫിക്സഡ് ആണ് കേട്ടോ, ഇവിടെ ഫിക്സഡ് ആണേ.
ഇവിടെ ലെങ്ത് കൂടും. പക്ഷെ എന്ത് സംഭവിക്കും? ഇതിന്റെ ലാറ്ററൽ ആയുള്ള ഡയറക്ഷൻ ഡയമെൻഷൻ കുറയും, അല്ലെ? ഈ ഷേപ്പേ മാറും. അതായത് ആദ്യം ഇങ്ങനെ ഉണ്ടായിരുന്ന ബാറ് നമ്മൾ പുള്ളിങ് ഫോഴ്സ് പി എന്ന് പറഞ്ഞ ഫോഴ്സ്, ടെൻസൈൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ അതിന്റെ ഷേപ്പ് എന്തായി മാറും? ഇങ്ങനെ മാറും. ഈ റെഡ് ആയിട്ട് ആ ഷേപ്പിലേക്ക് മാറും. അതായത് അതിന്റെ തിക്നെസ് കുറയും, ബ്രെഡ്ത്തും കുറയും, തിക്നെസ്സും കുറയും, അല്ലെ? ഈ ഷേപ്പിലേക്ക് മാറും. അതിന്റെ ലെങ്ത് കൂടും, ഷേപ്പും മാറും. അതായത് ഇതിന്റെ ഷേപ്പ് മാറും. ഓക്കെ, സോ ഒരു ക്രോസ് സെക്ഷൻ ആണ്. ആദ്യം അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തു, പി എന്ന് പറഞ്ഞൊരു ഫോഴ്സ് ഞാൻ അപ്ലൈ ചെയ്തു. ഓക്കെ, ടെൻസൈൽ ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്തത്. അപ്പോൾ എന്ത് ചെയ്യും? ഇതിന്റെ ലെങ്ത് കൂടും. എങ്ങനെ കൂടും? ഇതിന്റെ തിക്നെസ് കുറയും, അതുപോലെ ബ്രെഡ്ത്തും കുറയും, അല്ലെ വിഡ്ത്തും കുറയും, അല്ലെ? തിക്നെസ്സും വിഡ്ത്തും കുറയും. എന്നിട്ട് ഈ ഷേപ്പിലേക്ക് എന്ത് ചെയ്യും? റെഡ് കളറുള്ള ഷേപ്പിലേക്ക് എന്ത് ചെയ്യും? അതിന്റെ ലെങ്ത് വൈസ് മാറും. സോ ആദ്യം അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് L ആയിരുന്നു. ഇപ്പം ലെങ്ത് എന്തായി? ഒരു ഡെൽറ്റ L കൂടി, അല്ലെ? അപ്പൊ ടോട്ടൽ ലെങ്ത് എത്ര വരും? ടോട്ടൽ ലെങ്ത് L പ്ലസ് ഡെൽറ്റ L. ഓക്കെ, ഇതായിരുന്നു ടോട്ടൽ ലാസ്റ്റ് വരുന്ന ലെങ്ത് വരാം. ഓക്കെ, ഇനി ഇതിന്റെ ക്രോസ് സെക്ഷൻ നോക്കാം നമുക്ക്. ക്രോസ് സെക്ഷൻ ഇതാണ് ഇതിന്റെ ക്രോസ് സെക്ഷൻ വിചാരിക്കുക. അതായത് ഇതിന്റെ നമ്മൾ ഈ ബാറിന്റെ ക്രോസ് സെക്ഷൻ റെക്റ്റാങ്കിൾ വരയ്ക്കുക. എങ്ങനെ ഉണ്ടാവും? ഫോഴ്സിന് ശേഷം അതിന്റെ ക്രോസ് സെക്ഷൻ കുറയും. ഓക്കെ, അതായത് ഇത് അതിന്റെ തിക്നെസ് ആണെങ്കിൽ ഇത് തിക്നെസ്സും ഇതെന്താ? ഇതിന്റെ തിക്നെസ്സും ബി അതിന്റെ ബ്രെഡ്ത്തും ആണെങ്കിൽ എന്ത് ചെയ്യും? ഇത്രയും ഭാഗം കുറഞ്ഞു, അല്ലെ? അതായത് ഡെൽറ്റ ബി ഡിക്രീസ് ചെയ്തു. അതുപോലെ തിക്നെസ് എന്ത് ചെയ്തു? ഇത്രയും ഭാഗം ഉണ്ടല്ലോ തിക്നെസ്, ഇത്രയും ഭാഗം എന്ത് ചെയ്തു? ഇത്രയും ഭാഗം കുറഞ്ഞു. സോ എന്ത് ചെയ്യാം? ഡെൽറ്റ ടി കുറഞ്ഞു. ഓക്കെ, ലെങ്ത് എന്ത് ചെയ്തു? കൂടി. അപ്പൊ ലെങ്ത് കൂടാ ചെയ്ത, അല്ലെ? സോ ഡെൽറ്റ ടിയും കുറഞ്ഞു, ഡെൽറ്റ ബിയും കുറഞ്ഞു. പക്ഷെ ഡെൽറ്റ എൽ എന്ത് ചെയ്തു? കൂടി, അല്ലെ? ഡെൽറ്റ എൽ എന്ത് ചെയ്തു? അത് ഇൻക്രീസ് ചെയ്തു. ഓക്കെ, എപ്പോ കൊടുത്തപ്പോ ഏത് ഫോഴ്സ്? ഒരു ടെൻസൈൽ ഫോഴ്സ് കൊടുത്തപ്പോൾ ഓക്കെ, ഞാൻ കൊടുക്കുന്നത് കംപ്രസീവ് ഫോഴ്സ് ആണെങ്കിലോ നേരെ ഓപ്പോസിറ്റ് വരും. ലെങ്ത് എന്ത് ചെയ്യും? ലെങ്ത് കുറയും. പിന്നെ തിക്നെസ് എന്ത് ചെയ്യും? തിക്നെസ് കൂടും. അതുപോലെ ഡെൽറ്റ ബി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും, അല്ലെ? ചേഞ്ച് ഇൻ ലെങ്ത് കൂടും, ചേഞ്ച് ഇൻ തിക്നെസ് കൂടും. ചേഞ്ച് ഇൻ തിക്നെസ് ആണ്, അതായത് ചേഞ്ച് ഇൻ തിക്നെസ് എന്ന് പറഞ്ഞാൽ ഇത്രയും വാല്യൂസ് ആണ് ഡെൽറ്റ ടി എന്ന് പറയുന്നത്. അതായത് ഈ ലെങ്ത്തും പ്ലസ് ഈ ലെങ്ത്, അതാണ് എന്ത്? നമ്മുടെ ഡെൽറ്റ ടി, ചേഞ്ച് ഇൻ തിക്നെസ്. അതുപോലെ എന്താണ് ഡെൽറ്റ ബി എന്ന് പറഞ്ഞാൽ? ഈ വാല്യൂം പ്ലസ് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യും? ഡെൽറ്റ ബി. അപ്പൊ ഈ വാല്യൂ എന്ത് വരും? ഈ ലെങ്ത് എന്ത് വരും? ഓക്കെ, ടോട്ടൽ ബി ആണ്, അല്ലെ? ടോട്ടൽ ബി ആണ്. അതിനെന്ത് കുറച്ചു? ഡെൽറ്റ ബി കുറച്ചു. സോ അതാണ് എന്ത്? ഈ ലെങ്ത് എന്ന് പറഞ്ഞത്. അതാണ് ഈ ലെങ്ത്. ഓക്കെ, അപ്പൊ എന്തായിരിക്കും ഡെൽറ്റ ടി? അപ്പൊ എന്തായിരിക്കും ഈ ലെങ്ത്? എന്തായിരിക്കും ഈ ലെങ്ത്? ഫോഴ്സ് കൊടുത്ത ശേഷം ടോട്ടൽ എന്താ? ടി ആണ്. അത് എന്ത് കുറച്ചു? ഡെൽറ്റ ടി കുറച്ചു, അല്ലെ? ടോട്ടൽ എക്സാമ്പിൾ ഇവിടെ കാണിക്കുകയാണെങ്കിൽ, വരാണെങ്കിൽ ഇവിടെ ഷേപ്പ് വരയ്ക്കുകയാണെങ്കിൽ, ഇത്രയും ഭാഗം കുറഞ്ഞു. ഇതാണ് മുമ്പത്തെ ഫിഗർ. ഓക്കെ, ഇത്രയും ഭാഗം എന്ത് ചെയ്തു? ഇത്രയും ഭാഗം കുറയാ ചെയ്യണം. ബാക്കി ഇത്രയും ഭാഗം വേണ്ട നമുക്ക്. അപ്പൊ എന്ത് ചെയ്യാ? ടോട്ടലിൽ നിന്ന് ടോട്ടൽ ഡിസ്റ്റൻസ്, അതാണ് നമ്മുടെ എന്ത്? ടി. അതെന്ത് ചെയ്യാ? ഇതും കൂട്ടുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് ഡെൽറ്റ ടി കിട്ടും. സോ അത് കുറയ്ക്കുക, ഡെൽറ്റ ടി കുറയ്ക്കുക. അപ്പൊ എന്ത് ചെയ്യും? ഈ ഡിസ്റ്റൻസിന് കിട്ടും. ഓക്കെ,
അതാണ് കണ്ടീഷൻ. നമ്മുടെ കണ്ടീഷൻ അതാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് ലാറ്ററൽ സ്ട്രെയിനും ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനാണ്. നോക്കാം. അപ്പം ഞാൻ കൊടുത്ത ഫോഴ്സ് ഇങ്ങനെയാണ് അല്ലേ, ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങടാ, ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഈ ഡയറക്ഷനാണ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കൊടുത്തത്. ആ ഡയറക്ഷനിലേക്ക് ഉണ്ടാകുന്ന ചേഞ്ച്, ഏതാ ചേഞ്ച് വന്നേ, ഡെൽറ്റയിലല്ലേ, കൂടുതലല്ലേ ചെയ്തേ, അതാണ് നമ്മുടെ എന്ത് ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഞാൻ കൊടുക്കുന്ന അപ്ലൈ ചെയ്യുന്ന ലോഡിൻ്റെ അതേ സെയിം ഡയറക്ഷൻ, അപ്ലൈ ചെയ്യുന്ന ലോഡിന് സെയിം ഡയറക്ഷനിലേക്ക് ഉണ്ടാകുന്ന സ്ട്രെയിൻ അല്ലേ, അതാണ് എന്ത് ലാറ്ററൽ സ്ട്രെയിൻ. അതാണ് നമ്മുടെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. സോ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഞാൻ കൊടുക്കുന്ന ഫോഴ്സ് ഈ ഡയറക്ഷനാണ് ഫോഴ്സ്. ആ അപ്ലൈ ചെയ്യുന്ന ലോഡിന് സെയിം ഡയറക്ഷൻ, ആ ലോഡിന്റെ അതേ ഡയറക്ഷനിലേക്ക് എന്തുണ്ടാവുക, സ്ട്രെയിൻ ഉണ്ടാവുക. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ, ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് അല്ല ചേഞ്ച് ചെയ്യണം. കാരണം ഈ ഡയറക്ഷനിലേക്ക് പോണതാണ് ലെങ്ത് ആണ് അല്ലേ, ലെങ്ത് ആണ് ഈ ഡയറക്ഷനിൽ അല്ലേ, ലെങ്ത് ആണ്. സോ അതാണ് എന്ത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. സോ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്താ, ഞാൻ കൊടുക്കുന്ന ഡയറക്ഷനിലേക്ക്, ഞാൻ കൊടുക്കുന്ന ലോഡിന് അതേ ഡയറക്ഷനിൽ എന്ത് വരും, സ്ട്രെയിൻ വരിക. ഓക്കെ, അതേ ഡയറക്ഷൻ എന്ത് വരാം, സ്ട്രെയിൻ വരാം. എന്താ സ്ട്രെയിൻ്റെ ഇക്വേഷൻ, ചേഞ്ച് ഇൻ ഡയറക്ഷൻ ബൈ ഒറിജിനൽ ഡയറക്ഷൻ അല്ല ഒറിജിനൽ ഡയമെൻഷൻ. ഏതെവിടെ ചേഞ്ച് ഇൻ ഡയമെൻഷൻ എവിടെയാ, ലെങ്ത്തിന് അതേ ഡയറക്ഷനിൽ പോണത് ഏതാ, ലെങ്ത് അല്ല പോണേ, ഫോഴ്സിന് അതേ ഡയറക്ഷനിൽ ഏതാ പോണേ, ലെങ്ത് ആണ് പോണേ. സോ എന്ത് വരും, ഡെൽറ്റ എൽ ബൈ എന്ത് വരും, ഒറിജിനൽ ലെങ്ത്. ഇതാണ് എൻ്റെ ഒന്നാമത്തെ പോയിന്റ്. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ഓക്കെ, ഇനി എന്തായിരിക്കും, അപ്പോൾ ഞാനിപ്പോൾ ഫോഴ്സ് ഇങ്ങനെ കൊടുത്തു, അപ്പോൾ എന്ത് ചെയ്തു, ഈ മെറ്റീരിയൽ ലെങ്ത് കൂടി. ഓക്കെ, പക്ഷെ ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, അത് ലാറ്ററലായിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട്, ഒരു ഡിഫറൻസ് വരുന്നുണ്ട് അല്ലേ. അതിൻ്റെ ലെങ്ത് എന്ത് ചെയ്യും, ഇതിൻ്റെ തിക്നെസ്സും വിഡ്ത്തും കുറയുന്നുണ്ട്. അതായത് ഇത് ആദ്യം ഇങ്ങനെയായിരുന്നു, ഞാൻ ലോഡ് കൊടുത്ത ശേഷം എന്ത് ചെയ്തു, ഇങ്ങനെയും മാറി. സോ എന്ത് സംഭവിച്ചു, ലെങ്ത് ഇവിടെ കൂടി. ഓക്കെ, ലെങ്ത് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അതാണ് നമ്മുടെ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷൻ. കാരണം ഫോഴ്സ് അപ്ലൈ ചെയ്യണം കടാ, ഈ ഡയറക്ഷനാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യണത്, ഇവിടെയാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യണത്. ഓക്കെ, പക്ഷെ എന്ത് സംഭവിച്ചു, അതിൻ്റെ തിക്നെസ്സും ബ്രെഡ്ത്തും കുറയും. അതിലുണ്ടാകുന്ന സ്ട്രെയിൻ ആണ് എന്ത്, നമ്മുടെ ലാറ്ററൽ സ്ട്രെയിൻ. സോ രണ്ടാമത്തെ പോയിന്റ് ആണ് എന്ത്, ലാറ്ററൽ സ്ട്രെയിൻ. എന്താ ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ, ഞാൻ കൊടുക്കുന്ന ഫോഴ്സിന്, ഇതാണ് ഫോഴ്സ് പി ആണ്, ഇതാണ് എൻ്റെ മെറ്റീരിയൽ വരയ്ക്കുക, റാഡ് വരയ്ക്കുക, ഇതിൻ്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ഉണ്ടാവുന്നത്, അതാണ് നമ്മുടെ അതായത് പറഞ്ഞത്, അതാണ് ഡെൽറ്റ ബി ബൈ ബി അല്ലേ, ബ്രെഡ്ത്ത് ചേഞ്ച് വരും, അല്ലെങ്കിൽ എന്ത് വരും, തിക്നെസ്സിന് ഉണ്ടാകുന്ന സ്ട്രെയിൻ, ഡെൽറ്റ ടി ബൈ ടി. ഡെൽറ്റ ബി ബൈ ബിയും ഡെൽറ്റ ടി ബൈ ടിയും. അപ്പോൾ രണ്ട് സ്ട്രെയിനാണ് പഠിക്കാനുള്ളത്, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനും ലാറ്ററൽ സ്ട്രെയിനും. ഓക്കെ, ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഈ കൊടുക്കുന്ന ഡയറക്ഷൻ, ഇതാണ് എൻ്റെ മെറ്റീരിയൽ ആണെങ്കിൽ ഇവിടെയാണ് ഞാൻ ഫോഴ്സ് കൊടുക്കുന്നത്, ആ ഫോഴ്സാണ് നമ്മുടെ എന്ത് വരാ. ഓക്കെ, ഞാൻ ഒരു ബാർ എടുത്തു, ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഫോഴ്സ് കൊടുത്തു, പുള്ളിങ് ഫോഴ്സ് ആണ് കേട്ടോ, ഈ ഏരിയയിൽ ഈ ക്രോസ് സെക്ഷനിൽ ഫോഴ്സ് കൊടുത്തു. ഓക്കെ, എന്ത് സംഭവിക്കും, ഇതിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യും അല്ല, ലെങ്ത് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അതായത് ഞാൻ കൊടുക്കുന്ന ഫോഴ്സിന് അതേ ഡയറക്ഷൻ, അതാണ് നമ്മുടെ എന്ത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. അതിൻ്റെ സ്ട്രെയിനാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ഇനി ഞാൻ കൊടുക്കുമ്പോൾ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട്, അതായത് ഈ ഫോഴ്സ് ഇങ്ങനെയാണല്ലോ പോണേ, ഈ ഫോഴ്സ് ഇങ്ങനെയാണ്, ഈ ഫോഴ്സിന് പെർപെൻഡിക്കുലർ ഇങ്ങനെ പെർപെൻഡിക്കുലർ എന്ത് വരും, ഒരു ഫോഴ്സ് വരില്ലേ, അതായത് ഇതിൻ്റെ ബ്രെഡ്ത്തും തിക്നെസ്സും എന്ത് ചെയ്യും, കുറയും. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ഒരു സ്ട്രെയിൻ ഉണ്ട്, ആ സ്ട്രെയിനാണ് നമ്മുടെ ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ ലാറ്ററൽ സ്ട്രെയിൻ. ഓക്കെ, ഇത് നമ്മുടെ ഏത് കേസിലാണ്, ഇത് റെക്ടാങ്കുലർ സെക്ഷനിലാണ്. എന്ത് വരാ, ഈ ഡെൽറ്റ ബി, അതായത് ബ്രെഡ്ത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചും തിക്നെസ്സിലുണ്ടാകുന്ന സ്ട്രെയിനും, ഡെൽറ്റ ബി ബൈ ബിയും ഡെൽറ്റ ടി ബൈ ടി. ടി എന്താ, തിക്നെസ് ആണ് കേട്ടോ, ടി എന്ന് പറഞ്ഞാൽ തിക്നെസ് ആണ്. ഇനി ഫോർ സർക്കുലർ സെക്ഷൻ ആണെങ്കിലോ,
സർക്കുലർ സെക്ഷൻ. സർക്കുലർ സെക്ഷൻ സംഭവിക്കും, ഇതാണ് റോഡ് ധരിക്കുക, ഞാൻ ഫോഴ്സ് കൊടുത്തു, പി എന്ന് പറഞ്ഞ ഫോഴ്സ് കൊടുത്തു. അപ്പോൾ എന്ത് സംഭവിക്കും? ഇതിന്റെ ഡയാമീറ്റർ കുറയും അല്ലേ? ഡയാമീറ്റർ അല്ല കുറയുക, ഇതിന്റെ ഡയാമീറ്റർ ആണ് എന്ത് സംഭവിക്കുക? വ്യത്യാസം സംഭവിക്കുക. സോ ഡിയിൽ ഉണ്ടാവുന്ന ചേഞ്ച് അപ്പോൾ എന്ത് വരും? ഫോർ ലാറ്ററൽ സ്ട്രെയിൻ. ഫോർ ഏത് വരും? ലാറ്ററൽ സ്ട്രെയിൻ തന്നെയാണ് ഏത് സെക്ഷനിൽ? ഫോർ സർക്കുലർ സെക്ഷൻ ആണെങ്കിൽ ഇക്വേഷൻ എന്ത് വരും? ഡെൽറ്റ ഡി ബൈ ഡി എന്ന് വരും. ഡെൽറ്റ ഡി ബൈ ഡി. അപ്പോൾ ഡെൽറ്റ ഡി എന്താ? ചേഞ്ച് ഇൻ ഡയാമീറ്റർ. ഓക്കെ, ഡി എന്താ? ഒറിജിനൽ ഡയാമീറ്റർ. അപ്പോൾ രണ്ട് സ്ട്രെയിൻ ആണ് പറയാനുള്ളത്, ലാറ്ററൽ സ്ട്രെയിനും ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനും. ഓക്കെ, ഇനി വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ്. നമുക്കറിയാം എന്താ ഇലാസ്റ്റിക്, നമുക്കറിയാം കേട്ടോ. വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് ഈ രണ്ട് സ്ട്രെയിൻ എന്തായിരിക്കും? പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് ലാറ്ററൽ സ്ട്രെയിൻ പ്രൊപ്പോർഷണൽ ടു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. രണ്ട് സ്ട്രെയിൻ എന്തായിരിക്കും? പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഏത്? വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റിൽ പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, ഇത് നമ്മൾ ഈ പ്രൊപ്പോർഷണാലിറ്റി കളയണം. ഓക്കെ, ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ എന്ത് ചെയ്യണം? ഞാൻ കളയാൻ പോകണം. എങ്ങനെ കളയും? ഞാനിപ്പോൾ പറയാം, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഈക്വൽ ടു ഇങ്ങനെ പറയാം, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ പ്രൊപ്പോർഷണൽ ടു ലാറ്ററൽ സ്ട്രെയിൻ. ഓക്കെ, അല്ലെങ്കിൽ ലാറ്ററൽ സ്ട്രെയിൻ പ്രൊപ്പോർഷണൽ ടു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ഞാൻ ഈ ഈക്വൽ ടു കളയണം. എനിക്ക് ഈ ഈക്വൽ ടു ഇതെങ്ങനെ എഴുതാം? മാറ്റണ്ട. lateral strain proportional to longitudinal strain. ഏത്? വിത്ത് ഇലാസ്റ്റിക് ലിമിറ്റ്. സോ എനിക്ക് ഈ പ്രൊപ്പോർഷണൽ സൈൻ കളയണം. ഞാൻ എന്ത് ചെയ്യുക? ഇത് കളയണമെങ്കിൽ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത്? മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? ഈ പ്രൊപ്പോർഷണൽ സൈൻ കളയണമെങ്കിൽ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്താൽ മതി? ഞാൻ മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഈ വാല്യൂവിനെ. അപ്പോൾ എന്ത് കിട്ടും എനിക്ക്? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. എന്ത് കിട്ടും? ലാറ്ററൽ സ്ട്രെയിൻ ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഇത് കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് എന്ത് വേണേലും കോൺസ്റ്റന്റ്. ഈ കോൺസ്റ്റന്റ് പറഞ്ഞ പേരാണ് നമ്മുടെ എന്ത്? ഇതാണ് നമ്മുടെ പോയ്സൺസ് റേഷ്യോ. സോ ഈ കോൺസ്റ്റന്റ് ഞാൻ പേര് മാറ്റി. ഇതിനെ ഞാൻ പറഞ്ഞ പേരാണ് എന്ത്? ഇതാണ് എൻ്റെ മ്യൂ, പോയ്സൺസ് റേഷ്യോ. സോ പോയ്സൺസ് റേഷ്യോ മ്യൂ ഈക്വൽ ടു എന്ത് വരും? പോയ്സൺസ് റേഷ്യോ മ്യൂ ഈക്വൽ ടു എന്ത് വരും എനിക്ക്? ഇത് ഇങ്ങോട്ട് താഴത്തേക്ക് പോയില്ലേ? അപ്പോൾ ഇത് വരും ലാറ്ററൽ സ്ട്രെയിൻ ഡിവൈഡ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ഓക്കെ, ഇതാണ് നമ്മുടെ മെയിൻ ഇക്വേഷൻ. അതാണ് പോയ്സൺസ് റേഷ്യോ. പോയ്സൺസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. എന്തായിരുന്നു ലാറ്ററൽ സ്ട്രെയിൻ? ലാറ്ററൽ സ്ട്രെയിൻ എന്തായിരുന്നു? ഇപ്പോൾ ലെങ്ത് ഇതാണ്. സ്ട്രെയിൻ എങ്ങനെ ഡിനോട്ട് ചെയ്യുക? എങ്ങനെയാ? എപ്സിലോൺ അല്ലേ? സോ ലെങ്ത് വൈസ് ആണെങ്കിൽ എപ്സിലോൺ ലെങ്ത് അല്ലേ? ലോഞ്ചിറ്റ്യൂഡിനൽ. ഓക്കെ, എപ്സിലോൺ എന്ത് വരും? ഡെൽറ്റ എൽ ബൈ എൽ വരും. ഓക്കെ, ഇപ്പോൾ ഇത് ഡയാമീറ്റർ ആണെങ്കിൽ വരും. ഇതെന്ത് സ്ട്രെയിൻ? ലാറ്ററൽ സ്ട്രെയിൻ അല്ലേ? ഡി. അപ്പോൾ എന്ത് വരും? ഡെൽറ്റ ഡി ബൈ ഡി വരും. ഓക്കെ, എൽ എന്ന് പറഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ഡി എന്താ? ലാറ്ററൽ സ്ട്രെയിൻ. ഓക്കെ, എപ്സിലോൺ എന്താ? സ്ട്രെയിനിന്റെ ഡിനോട്ടേഷൻ ആണ് എപ്സിലോൺ. ഇനി എന്ത് ചെയ്യാം? എപ്സിലോൺ ബി ഒക്കെ ചെയ്യാം അല്ലേ? അതെന്ത് സ്ട്രെയിനാ? അതും ലാറ്ററൽ സ്ട്രെയിൻ ആണ്. എന്ത് വരും? ഡെൽറ്റ ബി ബൈ ബി. എന്തുണ്ട്? ഡെൽറ്റ ടി ഉണ്ട്. ടി എന്താ? ടി എന്ന് പറഞ്ഞാൽ തിക്നെസ് സ്ട്രെയിൻ. ലാറ്ററൽ സ്ട്രെയിൻ തന്നെയാണ് ഇൻ ദ ബേസിസ് ഓഫ് തിക്നെസ്. അപ്പോൾ എന്ത് വരും? ഡെൽറ്റ ടി ബൈ ടി. ഓക്കെ, ലാറ്ററൽ സ്ട്രെയിൻ. അപ്പോൾ ഞാനിപ്പോൾ സർക്കിൾ എടുത്ത് കഴിക്കുക, സർക്കിൾ സെക്ഷൻ എടുത്ത് കഴിക്കുക. അപ്പോൾ എന്തൊരു ഡയാമീറ്റർ അല്ലേ? സോ ഡയാമീറ്റർ ഉണ്ടാകുന്ന സ്ട്രെയിൻ ഡിവൈഡ് ബൈ എന്ത്? ലെങ്ത്തിൽ ഉണ്ടാകുന്ന സ്ട്രെയിൻ. ഇക്വേഷൻ ഇങ്ങനെ കിട്ടി.
ഓക്കെ, അതാണ് നമ്മുടെ എന്ത് പോയ്സൺസ് റേഷ്യോ. സോ പോയ്സൺസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെയിൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്വസ്റ്റൻ കേട്ടോ. ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെയിൻ ആണ് പോയ്സൺസ് റേഷ്യോ. അപ്പോൾ എന്താണ് ലാറ്ററൽ സ്ട്രെയിൻ എന്ന് അറിയണം, എന്താണ് ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെയിൻ എന്ന് അറിയണം, എന്തുകൊണ്ട് എങ്ങനെ ഈക്വൽ ടു ഇവിടെ വന്നതെന്ന് അറിയണം, എങ്ങനെ അത് പ്രൊപ്പോർഷൻ വിത്തിൻ ലാസ്റ്റ് ലിമിറ്റഡ് പ്രൊപ്പോർഷൻ ആയെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി നമുക്കൊരു പ്രോബ്ലം നോക്കാം. A steel bar of 50 mm wide, 12 mm thick and 300 mm long is subject to an axial pull of 84 kN. Find the changes in length, width and thickness of bar. Find the changes in length, width and thickness of the bar. Take E equal to 2 into 10 raised to 5 Newton per mm square and Poisson's ratio തന്നിട്ടുണ്ട് 0.32. ഓക്കെ, സ്റ്റീൽ ബാർ ആണ് അല്ലേ, ബാറാണ് തന്നാണ്. അപ്പോൾ നമുക്ക് എന്ത് ഫിഗർ ഒന്ന് വരയ്ക്കാം. സ്റ്റീൽ ബാറിന്റെ ഫിഗർ നമുക്കൊന്ന് വരയ്ക്കാം. ഓക്കെ, ഇതാണ് സ്റ്റീൽ ബാർ. എന്താന്നുണ്ട്, ഇതിന്റെ വിഡ്ത്ത് തന്നുണ്ട്. ഇതല്ലേ വിഡ്ത്ത്, വിഡ്ത്ത് എത്രയാ 50 mm വിഡ്ത്ത് തന്നുണ്ട്. തിക്നെസ് എത്ര തന്നുണ്ട് 12. ഇതല്ലേ തിക്നെസ്, തിക്നെസ് 12 mm, mm ആണ് കേട്ടോ. തിക്നെസ് 12 mm. എന്ത് ലെങ്ത് തന്നുണ്ട്, ലെങ്ത് എത്രയാ 300 mm, 300 mm ലെങ്ത് തന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ എഴുതാൻ പോവാണ് വിഡ്ത്ത്. ഞാൻ W ഇട്ടു, വിഡ്ത്തിന് W ഇട്ടു. വിഡ്ത്ത് എത്രയാ 50 mm. ഓക്കെ, തിക്നെസ് എത്രയാ, തിക്നെസ് എന്ന് പറയുന്നത് 12 mm. ഓക്കെ, ഇനി നോക്കിയേ, ഒരു സബ്ജക്റ്റ് ആക്സിൽ പുള്ളാണ്, വലിക്കുക അല്ലെ, പുള്ളാണ്. പുള്ള് എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടുന്ന് വലിക്കണം അല്ലെ. അപ്പൊ എന്ത് ചെയ്യാ, അതെ ഇവിടുന്ന് ഇങ്ങനെ ഒരു ഫോഴ്സ് ഇങ്ങനെ വന്നു, അതായത് രണ്ട് ഭാഗത്ത് എന്ത് ചെയ്തു, പിടിച്ചു വലിച്ചു. അപ്പൊ എത്ര വാല്യൂ എത്രയാ, അത് 84 കിലോ ന്യൂട്ടൺ ആണ്. സോ പി കിട്ടി 84 കിലോ ന്യൂട്ടൺ. സോ പി ഈക്വൽ ടു 84 കിലോ ന്യൂട്ടൺ കിട്ടി. അതായത് എന്താ, കിലോ ന്യൂട്ടൺ ആണ്, എന്താക്കണം, ന്യൂട്ടൺ ആക്കണം. സോ 84 ഇൻറ്റു 10⁻³ ന്യൂട്ടൺ. ഓക്കെ, ഇത്രയും കാര്യം എഴുതിയില്ലേ. ഇനി എന്ത് ചെയ്യാം നോക്കടാ, എന്തായിരിക്കും ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത്, ഫോഴ്സ് ആക്ട് ഭാഗത്ത് ഏരിയ ഇതല്ല, ക്രോസ് സെക്ഷൻ ഏരിയ എന്തായിരിക്കും, വിഡ്ത്ത് ഇൻറ്റു എന്ത് തിക്നെസ് അല്ല വരാ, ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് പോലെ, വിഡ്ത്ത് ഇൻറ്റു തിക്നെസ്. അപ്പം എന്ത് വരും, ഇവിടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഏരിയ കണ്ടുപിടിക്കുക. ഏരിയ ഈക്വൽ ടു W ഇൻറ്റു ടി, ഏരിയ ഈക്വൽ ടു W ഇൻറ്റു ടി. അപ്പോൾ എത്ര വരും, 50 ഇൻറ്റു 12 വരും. എത്ര വരും, വേറുണ്ട് 600 mm². അത് നമുക്ക് ചോദിച്ചു കിട്ടി അല്ലേ. നമുക്കറിയാം വിഡ്ത്ത് 50 അറിയാം, ടി 12 അറിയാം, ചെയ്യുമ്പോൾ 600 mm². ആ ഏരിയ കിട്ടി. അപ്പോൾ നമുക്ക് ഏരിയ കിട്ടി, പി കിട്ടി. ഓക്കെ, പിന്നെന്താ പറഞ്ഞാൽ ഈ തന്നുണ്ട് അല്ലേ, ഈ തന്നുണ്ട്. ഈ എന്ന് പറഞ്ഞാൽ എന്താ, 2 ഇൻറ്റു 10⁻⁵ ന്യൂട്ടൺ പെർ mm². ഓക്കെ, ഇത് mm² ആണ്, ഇവിടെ mm ആണ്, ഇവിടെ mm ആണ്. ലെങ്ത് തന്നുണ്ട് അല്ലേ, ലെങ്ത്. സോ ലെങ്ത് ഈക്വൽ ടു എത്രയാ, 300 mm. അത് മില്ലിമീറ്റർ. സോ കൺവേർഷൻ ആവശ്യമില്ല, എല്ലാം മില്ലിമീറ്റർ ആണ്. ഇവിടെ mm² ആണ്. ഓക്കെ, എല്ലാം റെഡി. ഇനി നമുക്ക് എന്താ വേണ്ടേ, നമുക്ക് വേണ്ടത് എന്താ, ചേഞ്ച് ഇൻ ലെങ്ത് അറിയണം, കണ്ടുപിടിക്കണം. സോ ΔL ഈക്വൽ ടു കണ്ടുപിടിക്കണം. പിന്നെ എന്ത് ചെയ്യണം, ചേഞ്ച് ഇൻ ലെങ്ത്, വിഡ്ത്ത്, ചേഞ്ച് ഇൻ വിഡ്ത്ത് കണ്ടുപിടിക്കണം. എൻ്റെ എന്ത് ചെയ്യണം, ചേഞ്ച് ഇൻ തിക്നെസ് കണ്ടുപിടിക്കണം അല്ലേ, ചേഞ്ച് ഇൻ തിക്നെസ്. സോ ചേഞ്ച് ഇൻ തിക്നെസ്, തിക്നെസ് എന്താ ടി, അതാണ്. അപ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത്, ചേഞ്ച് ഇൻ വിഡ്ത്ത്, ഈ 3 കാര്യം നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്കറിയാം ചേഞ്ച് ഇൻ ലെങ്ത്തിന്റെ ഇക്വേഷൻ എന്തായിരുന്നു, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചേഞ്ച് ഇൻ ലെങ്ത്തിന്റെ ഇക്വേഷൻ എന്താ, ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ PL/AE. ഓക്കെ, നമ്മൾ പഠിക്കേണ്ട ഇക്വേഷൻ ആണ് PL/AE. പി അറിയാം, പി എത്രയാ, പി 84 ഇൻറ്റു 10⁻³ അല്ലേ. സോ പി എന്ന് പറഞ്ഞാൽ 84 ഇൻറ്റു 10⁻³. ഓക്കെ, ഇൻറ്റു എൽ എന്താ, എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് എത്രയാ 300 ഡിവൈഡ് ബൈ എന്ത് വരും, ഏരിയ എത്രയാണ് 600, ഏരിയ 600 ഇൻറ്റു ഏരിയ 600 ഇൻറ്റു എന്ത് വരും, 600 ഇൻറ്റു
സോറി 600 ഇൻറ്റു ഈ തന്നിട്ടില്ല എത്രയാ 2 ഇൻറ്റു 10⁵5. സോ എനിക്ക് എന്ത് കിട്ടി? ഫസ്റ്റ് കിട്ടി ഡെൽറ്റ എൽ കിട്ടി. ഡെൽറ്റ എല്ലിൻ്റെ എത്ര കിട്ടുമ്പോൾ 0.21. സോ എനിക്ക് എന്ത് കിട്ടി? ഫസ്റ്റ് വാല്യൂ കിട്ടി 0.21. യൂണിറ്റ് എന്താ? മില്ലിമീറ്റർ. സോ ഡെൽറ്റ എല്ലിന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഡെൽറ്റ എല്ല് വെച്ചിട്ട് എന്ത് ചെയ്യുക? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ കണ്ടുപിടിക്കുക. അതായത് ഇപ്പോൾ എന്തായിരുന്നു ഇതെങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക്? ഇതെന്താ? ചേഞ്ച് ഇൻ വിഡ്ത്ത് അല്ലേ? ചേഞ്ച് ഇൻ വിഡ്ത്ത് എന്താ? ലാറ്ററൽ സ്ട്രെയിൻ ഉണ്ടാകുന്ന ഭാഗമല്ലേ? സോ ലാറ്ററൽ സ്ട്രെയിൻ എന്താ? ഇതാണ് ലാറ്ററൽ സ്ട്രെയിൻ അല്ലേ? എപ്സിലോൺ ഡബ്ല്യു. അതിൻ്റെ ഇക്വേഷൻ എന്താ? ഡെൽറ്റ ഡബ്ല്യു ബൈ എന്ത് വരും? ഡബ്ല്യു. ഓക്കെ, ഡബ്ല്യു നമുക്കറിയാം എത്ര വിഡ്ത്ത് എത്ര നമുക്ക് തന്നെ വിഡ്ത്ത് നമുക്ക് 50 അറിയാം. പക്ഷെ നമുക്ക് എന്താ അറിയില്ല? ഈ വാല്യൂ അറിയോ? ഈ വാല്യൂ നമുക്കറിയോ? ഇല്ല അല്ലേ? നമുക്ക് പക്ഷെ വേറൊരു കാര്യം തന്നിട്ടുണ്ട്. എന്താ? പോയ്സൺസ് റേഷ്യോ എന്നുണ്ട് അല്ലേ? എന്താ പോയ്സൺസ് റേഷ്യോ? പോയ്സൺസ് റേഷ്യോയുടെ ഇക്വേഷൻ എന്താ? പോയ്സൺ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? പോയ്സൺ റേഷ്യോ എന്ന് പറഞ്ഞാൽ ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡ് അല്ലേ? ലാറ്ററൽ സ്ട്രെയിൻ അതായത് ഡെൽറ്റ ഡബ്ല്യു ബൈ ഡബ്ല്യു അല്ലേ? ഡിവൈഡ് ബൈ എന്ത് വരും? അതായത് ഡെൽറ്റ ഡബ്ല്യു ബൈ എന്ത് വരും? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. സോറി, ഓക്കെ, ലാറ്ററൽ സ്ട്രെയിൻ എന്താ? എപ്സിലോൺ ഡബ്ല്യു ഡിവൈഡ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ ഏതാ? എല്. സോ നമുക്ക് എന്ത് വേണം? ഡെൽറ്റ എല് കിട്ടിയാൽ നമുക്ക് ഈ വാല്യൂ അറിയാം. ഓക്കെ, ഈ വാല്യൂ കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് കണ്ടുപിടിച്ചോടെ. അപ്പൊ അതിനെന്ത് ചെയ്യുക? ഇത് കിട്ടിയ ഡെൽറ്റ എല് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ലാറ്ററൽ സ്ട്രെയിൻ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ കണ്ടുപിടിക്കുക. സോ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ അതാണ് നമ്മുടെ എന്ത്? എപ്സിലോൺ എൽ എന്ന് പറഞ്ഞാൽ. ഇക്വേഷൻ എന്താ? ഡെൽറ്റ എൽ ബൈ എൽ അല്ലേ? ഡെൽറ്റ എല്ലിന്റെ വാല്യൂ അറിയാം എത്രയാ? 0.21. എൽ അറിയാലോ നമുക്ക്. ലെങ്ത് എത്രയാ? 300 തന്നിട്ടുണ്ട്. സോ 300 ഡെൽറ്റ എൽ ബൈ 300. അപ്പൊ എന്ത് കിട്ടും നമുക്ക്? 7 ഇൻറ്റു 10⁻⁻⁴. യൂണിറ്റ് ഉണ്ടാ? ഇല്ല, യൂണിറ്റ് ഇല്ല. സോ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ഓക്കെ, നമുക്ക് എന്ത് കിട്ടിയപ്പോൾ? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ കിട്ടി. ഓക്കെ, നമുക്കറിയാം എന്താണ് പോയ്സൺസ് റേഷ്യോന്റെ ഇക്വേഷൻ എന്താ? പോയ്സൺസ് റേഷ്യോന്റെ ഇക്വേഷൻ എന്താ? ഒന്ന് ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ അല്ലേ? ലാറ്ററൽ സ്ട്രെയിൻ ഇതിപ്പോ ഇതേതാ? ഫിഗർ ഏതാ? ബാർ അല്ലേ? അപ്പൊ എന്ത് വരും? വിഡ്ത്തിന്റെ സ്ട്രെയിൻ വരും, തിക്നെസിന്റെ സ്ട്രെയിൻ വരും. സോ തിക്നെസിന്റെ സ്ട്രെയിൻ വരും, വിഡ്ത്തിന്റെ സ്ട്രെയിൻ വരും. സോ എന്ത് വരും? സ്ട്രെയിൻ ഓഫ് വിഡ്ത്ത് ഡിവൈഡ് ബൈ ലോഞ്ചിറ്റ്യൂഡ് സ്ട്രെയിൻ ഏതായിരുന്നു? നമുക്ക് കിട്ടി സ്ട്രെയിൻ ഓഫ് ലെങ്ത്. ഓക്കെ, അല്ലെങ്കിൽ എന്ത് വരും? സ്ട്രെയിൻ ഓഫ് എന്ത് വരും? തിക്നെസ് ഡിവൈഡ് ബൈ സ്ട്രെയിൻ ഓഫ് ലെങ്ത്. കാരണം ഇതെന്താ? ഈ രണ്ട് സ്ട്രെയിൻ എന്താണ്? അത് നമ്മുടെ ലാറ്ററൽ സ്ട്രെയിൻ ആണ്. ഓക്കെ, ഡെൽറ്റ എൽ എന്താണ്? നമ്മുടെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? എപ്സിലോൺ ഡബ്ല്യു ലാറ്ററൽ സ്ട്രെയിൻ കിട്ടാം അല്ലെ? ലാറ്ററൽ സ്ട്രെയിൻ എന്താ ഇക്വേഷൻ വരിക? ഇത് ഇൻറ്റു ഇത് വരും അല്ലെ? മ്യൂ നമുക്കറിയാം. മ്യൂ ഇൻറ്റു എന്ത് വരും? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. മ്യൂ നമുക്കറിയാം. മ്യൂവിന്റെ വാല്യൂ എത്രയാണ്? മ്യൂവിന്റെ വാല്യൂ തന്നിട്ടുള്ള ചോദ്യത്തിലെ മ്യൂവിന്റെ വാല്യൂ 0.32 അല്ലേ? 0.32 ഗിവൺ ഡാറ്റ നമ്മൾ എഴുതിയില്ല കേട്ടോ. സോ ഇവിടെ ഏതാണ്ട് മ്യൂ എന്ന് പറഞ്ഞാൽ തന്നിട്ടുണ്ട് പോയ്സൺസ് റേഷ്യോ 0.32. അതവിടെ എഴുതി 0.32 ഇൻറ്റു എന്താണ് ഇവിടെ ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ? ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഡെൽറ്റ എൽ അല്ല, ലാറ്ററൽ സ്ട്രെയിൻ എന്താ? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്താ? അല്ലേ? ഇതല്ലേ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ഇത് എത്ര പറഞ്ഞത്? 7 ഇൻറ്റു 10⁻⁻⁴. സോ 0.32 ഇൻറ്റു 7 ഇൻറ്റു 10⁻⁻⁴. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി എനിക്ക്? ലാറ്ററൽ സ്ട്രെയിൻ കിട്ടി. അറൗണ്ട് 2.24 ഇൻറ്റു 10⁻⁻⁴. 2.24 ഇൻറ്റു
10⁻⁻⁴. അതാണ് ലാറ്ററൽ സ്ട്രെയിൻ. എനിക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ചേഞ്ച് ഇൻ വിഡ്ത്ത് ആണ് അല്ലേ? ചേഞ്ച് ഇൻ വിഡ്ത്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ എനിക്കറിയാം ലാറ്ററൽ സ്ട്രെയിൻ ഈക്വൽ ടു, അതായത് വിഡ്ത്തിലുള്ളാവുന്ന ലാറ്ററൽ സ്ട്രെയിൻ ഈക്വൽ ടു എന്താ? ചേഞ്ച് ഇൻ വിഡ്ത്ത് ബൈ ഒറിജിനൽ വിഡ്ത്ത് അല്ലേ? ചേഞ്ച് ഇൻ വിഡ്ത്ത് ബൈ ഒറിജിൻ. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ചേഞ്ച് ഇൻ വിഡ്ത്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ചേഞ്ച് ഇൻ വിഡ്ത്ത് ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു ഇ ഡബ്ല്യു ഇൻറ്റു എന്ത് വരും? ഡബ്ല്യു വരും. സോ എപ്സിലോൺ ഡബ്ല്യു സ്ട്രെയിൻ ഓഫ് ഡബ്ല്യു ലാറ്ററൽ എത്ര വാല്യൂ? 2.24 അല്ലേ? സോ ഇൻറ്റു ഡബ്ല്യു. ഇത് എപ്സിലോൺ എന്ന് പറഞ്ഞാൽ സ്ട്രെയിൻ ആണ്, അത് തെറ്റരുത് എഴുതുമ്പോൾ. ഇതും തെറ്റിപ്പോരുത് കേട്ടോ. ഇത് ചേഞ്ച് ലെങ്ത് ഡെൽറ്റ, ഇത് ഡെൽറ്റ എന്ന വേർഡും ഇത് എപ്സിലോൺ എന്ന വേർഡുമാണ്. ഇത് സ്ട്രെയിനെ ഡിനോട്ട് ചെയ്യുന്നു, ഇത് ചേഞ്ച് ഇൻ ലെങ്ത്തിനെ ഡിനോട്ട് ചെയ്യുന്നു. ഡെൽറ്റ തെറ്റിപ്പോരുത്. സോ ചേഞ്ച് ഇൻ ലെങ്ത്, ചേഞ്ച് ഇൻ വിഡ്ത്ത് ഈക്വൽ ടു എന്ത് ചെയ്യാം? ഇതിന്റെ വാല്യൂ എത്രയാ? 2.24 ഇൻറ്റു 10⁻⁻⁴ ഇൻറ്റു വിഡ്ത്ത് നമുക്കറിയാം. എത്ര വിഡ്ത്ത്? വിഡ്ത്ത് വരുന്നത് 50 അല്ല, വിഡ്ത്ത് വരുന്നത് 50. സോ ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 11.2 ഇൻറ്റു 10⁻³ mm വാല്യൂ കിട്ടി. അപ്പോൾ നമുക്ക് എന്താ? രണ്ടാമത്തെ വാല്യൂ കിട്ടി. എന്ത്? ഈ വാല്യൂ കിട്ടി. ഓക്കെ, ഇനി എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റിയത്? നമുക്കറിയാം ലാറ്ററൽ സ്ട്രെയിൻ വിഡ്ത്ത് തിക്നെസ് എന്ത് ചെയ്യാം? ഡെൽറ്റ ടി ബൈ എന്ത് വരും? ടി. ഇതേ വാല്യൂ തന്നെ അല്ലടാ ഇതും അല്ലേ? നോക്ക്, കണ്ട എപ്സിലോൺ ഡബ്ല്യു ആൻഡ് എപ്സിലോൺ ടി, ഇത് രണ്ടും എന്താ? ലാറ്ററൽ സ്ട്രെയിൻ ആണ്. എപ്സിലോൺ ഡബ്ല്യു എന്ന് പറഞ്ഞാലും എപ്സിലോൺ ടി എന്ന് പറഞ്ഞാലും എന്താണ്? ലാറ്ററൽ സ്ട്രെയിൻ ആണ്. അതിന്റെ വാല്യൂ നമുക്ക് എടുത്ത് കിട്ടി. എന്താ? 2.24. ഓക്കെ, ലാറ്ററൽ സ്ട്രെയിൻ ഇത് രണ്ടിന്റെ എപ്സിലോൺ ഡബ്ല്യുവും എപ്സിലോൺ ടിയും എന്ത് തന്നെയാണ്? ലാറ്ററൽ സ്ട്രെയിൻ തന്നെയാണ്. അതിന്റെ വാല്യൂ നമുക്ക് 2.24 ഇൻറ്റു 10⁻⁻⁴ എന്ന് കിട്ടി. സോ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കുന്നത് ഡെൽറ്റ ടി ആണ്. ഡെൽറ്റ ടി എന്ത് വരും? ഇത് ഇൻറ്റു ഇത് വരും. സോ എന്ത് വരും? ലാറ്ററൽ സ്ട്രെയിൻ ഇൻറ്റു ടി അല്ലെ? ലാറ്ററൽ സ്ട്രെയിൻ ഓഫ് തിക്നെസ് എത്രയാ? സെയിം തന്നെ, 2 ഇൻറ്റു 24 ഇൻറ്റു 10⁻⁻⁴ ഇൻറ്റു ടി അറിയാം. ടി എത്രയാ നമുക്ക്? ടി എന്ന് പറഞ്ഞാൽ 12 ആണ് അല്ലേ? സോ 12 ഈക്വൽ ടു നമുക്ക് എന്ത് വരും? 2.688 ഇൻറ്റു 10⁻³ mm. mm വരാൻ കാരണം ഇവിടെ ഡെൽറ്റയാണ്. ചേഞ്ച് ഇൻ ലെങ്ത്തും ചേഞ്ച് ഇൻ തിക്നെസ്സും ചേഞ്ച് ഇൻ വിഡ്ത്തും ആണ്. സോ നമുക്ക് എന്ത് കിട്ടി? എല്ലാ വാല്യൂസും കിട്ടി. അത് ഈ വാല്യൂ കിട്ടി. ഓക്കെ, ഓക്കെ, 3 വാല്യൂസ് നമുക്ക് എന്ത് ചെയ്തു? കിട്ടി. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. 2025 ചോദ്യമാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. During compression test, a square section metallic bar 50 mm into 50 mm was subjected to an axial compressive load of 500 kN. Measurement showed that the increase of thickness was 0.04 mm and a decrease in length of 0.5 mm over a gauge length of 200 mm. Calculate the values of Poisson's ratio and a modulus of elasticity. Okay, ചോദ്യം വായിക്കുമ്പോൾ വലുതാണെങ്കിലും സിമ്പിൾ ആണ്. നോക്കടാ, ഡ്യൂറിങ് കംപ്രഷൻ ടെസ്റ്റ് ആണ്. കംപ്രഷൻ ടെസ്റ്റ്. അപ്പോൾ എന്ത് ചെയ്യുക? ഇതിപ്പോൾ ഇതാണ് എൻ്റെ ബ്ലോക്ക് വിചാരിക്കുക. ഓക്കെ, റെക്ടാങ്കുലർ ബ്ലോക്ക്. ഓക്കെ, ഇവിടെ ഫിക്സ് ആണ് വിചാരിക്കുക കേട്ടോ. ഇവിടെ ഫിക്സ് ആണ് വിചാരിക്കുക. എന്ത് ചെയ്യുക? ഞാനൊരു കംപ്രഷൻ ഫോഴ്സ് കൊടുക്കണം. മുകളിൽ എന്ത് ചെയ്യുക? പിടിച്ചമർത്താണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇതിൻ്റെ ലെങ്ത് കുറയും അല്ല, ലെങ്ത് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. പക്ഷെ എന്ത് സംഭവിക്കും? ഇതിൻ്റെ തിക്നെസ് കൂടും അല്ലേ? തിക്നെസ് എന്ത് ചെയ്യും? കൂടും. ഇതിൻ്റെ തിക്നെസ് കൂടുകയും ചെയ്യും. ലെങ്ത് എന്ത് ചെയ്യും? നമുക്ക് ലെങ്ത് കുറയും ചെയ്യും അല്ലെ? കംപ്രഷൻ ആണ്, അപ്പോൾ ലെങ്ത് കുറയും. ലെങ്ത് എന്ത് ചെയ്യും? ലെങ്ത് കുറയും. ഓക്കെ, ഇതിൻ്റെ ലാറ്ററൽ ഡയമെൻഷൻ എന്ത് ചെയ്യും? കൂടും അല്ലെ? ഈ ഡയമെൻഷൻസ് ഒക്കെ എന്ത് ചെയ്യും? കൂടും. ആ കൺസെപ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇതാണ് നമ്മുടെ കംപ്രഷൻ ടെസ്റ്റ്. സോ നമുക്ക് എന്തറിയാം? ഒരു മെറ്റാലിക് ബാർ ആണ്. സ്ക്വയർ ബാർ ആണ്. ഓക്കെ, 4 ഭാഗം സെയിം.
ഈ 4 ഭാഗവും സ്ക്വയർ ആയിട്ടുള്ള ഒരു മെറ്റാലിക് ബാർ. ഓക്കെ, ഫോഴ്സ് കൊടുത്തു. എത്ര ഫോഴ്സ്? 500 കിലോ ന്യൂട്ടൺ. 500 കിലോ ന്യൂട്ടൺ. പി എന്ന് പറഞ്ഞാൽ 500 കിലോ ന്യൂട്ടൺ. അപ്പോൾ 500 കിലോ ന്യൂട്ടൺ എന്ത് വരും? 500 × 10⁻³ എന്ത് വരും? ന്യൂട്ടൺ വരും. ഓക്കെ, മെറ്റാലിക് ബാർ 50 mm × 50. അത് വിഡ്ത്തും അതുപോലെ തിക്നെസ് എത്രയാ? 50 എന്നാണ്. അതായത് ബ്രെഡ്ത്ത് ഇൻറ്റു വിഡ്ത്ത് എത്രയാണെന്നാണ്? 50. അതായത് ഈ ലെങ്ത്തും 50 ആണ്, ഈ ലെങ്ത്ത് എന്താണ്? 50 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് എന്ത് തന്നിട്ടുണ്ട്? മെഷർമെന്റ് ഷോഡ് ദാറ്റ് ദ ഇൻക്രീസ് ഇൻ തിക്നെസ് വാസ് 0.04. തിക്നെസ് ഇതായും തിക്നെസ് ആയിട്ട് എടുക്കും, ഇതും സെയിം വാല്യൂ തിക്നെസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും? തിക്നെസ് എത്ര കൂടി? 0.04 എന്ത് ചെയ്തു? പ്ലസ് ചെയ്തു, കൂടി അല്ലെ? ഇതിന്റെ തിക്നെസ് ഇത്, അതായത് ഫോഴ്സിന്, ഇതാണ് എൻ്റെ ഫോഴ്സിന് പെർപെൻഡിക്കുലർ, അതായത് ലാറ്ററൽ ഡയമെൻഷൻ അല്ല, ലാറ്ററൽ, അതാണ് തിക്നെസ്സും അല്ലെങ്കിൽ ബ്രെഡ്ത്തും, അല്ലെങ്കിൽ വിഡ്ത്തും ഇത് എന്ത് ചെയ്തു? ഇൻക്രീസ് 0.04 ഇൻക്രീസ് ചെയ്തു. ആൻഡ് ഡിക്രീസ് ഇൻ ലെങ്ത് ഓഫ് 0.5. അതായത് ലെങ്ത് ആദ്യം എത്രയായിരുന്നു? ഓവർ ഗേജ് ലെങ്ത് ഓഫ് 200. ആദ്യം 200 ആയിരുന്നു ലെങ്ത്, എത്ര കുറഞ്ഞു? 200-ന്ന് 0.5 mm എന്ത് ചെയ്തു? കുറഞ്ഞു. ലെങ്ത് 200 ആയിരുന്നു ആദ്യം, 200-ന്ന് 0.5 mm എന്ത് ചെയ്തു? ഡിക്രീസ് ചെയ്തു. അതായത് ഫോഴ്സ് കംപ്രഷൻ കൊടുക്കണേ. സോ ഇതിന്റെ ഇതെന്ത് ചെയ്യും? ഇത് ഡിക്രീസ് ചെയ്യും അല്ലെ? ലെങ്ത്, ഇതാണ് അതിന്റെ ലെങ്ത് ഡിക്രീസ് ചെയ്യും. പക്ഷെ ലെങ്ത് ഡിക്രീസ് ചെയ്യുമ്പോൾ ഈ ഭാഗം എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. എത്ര ഇൻക്രീസ് ചെയ്യും? 0.04 mm എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. ഓക്കെ, കണ്ടുപിടിക്കേണ്ട എന്താ? പോയ്സൺസ് റേഷ്യോയും മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ നോക്കാം ഗിവൺ ഡാറ്റ. നമുക്ക് എന്തൊക്കെ ഗിവൺ ഡാറ്റ തന്നു നോക്കാം. എന്തൊക്കെ തന്നുണ്ട്? ഓക്കെ, ഏരിയ കണ്ടുപിടിച്ചോടെ. ക്രോസ് സെക്ഷൻ ഏരിയ ഇതല്ല, ക്രോസ് സെക്ഷൻ ഏരിയ, ഫോഴ്സ് ഏരിയ എന്താ? 50 × 50. സോ 15 × 50 തന്നിട്ടുണ്ട്. അതാണ് ഏരിയ. എത്രയത്? 2500 mm². ഓക്കെ, പിന്നെ എന്തുണ്ട്? പി തന്നിട്ടുണ്ട് അല്ലേ? രണ്ടാമത്തെ പി ഈക്വൽ ടു 500 കിലോ ന്യൂട്ടൺ. 500 കിലോ ന്യൂട്ടൺ ഇറ്റ് ഈസ് ഈക്വൽ ടു 500 × 10⁻³ ന്യൂട്ടൺ. പിന്നെ എന്താണ്? മെഷർമെന്റ് ഷോ ദാറ്റ് ദ ഇൻക്രീസിങ് തിക്നെസ് ആണ്. തിക്നെസ് 0.04 കൂടി. ഓക്കെ, ടോട്ടൽ എത്ര തിക്നെസ് കൂടി എന്നല്ല, ഇത്രയും തിക്നെസ് കൂടി. അപ്പൊ ഡെൽറ്റ ടി ആണ് അല്ലെ? ചേഞ്ച് ഇൻ തിക്നെസ് ആണ്. എത്രയാ? 0.04 mm. അതുപോലെ എന്താന്നുണ്ട്? ചേഞ്ച് ഇൻ ലെങ്ത് തന്നുണ്ട് അല്ലെ? ചേഞ്ച് ഇൻ ലെങ്ത് എത്രയാന്നാണ്? 0.5 mm. ചേഞ്ച് ഇൻ ലെങ്ത്തും തന്നിട്ടുണ്ട്, ചേഞ്ച് ഇൻ തിക്നെസ്സും തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ എന്തുന്നുണ്ട്? എൽ എന്നുണ്ട്. എല്ല് തന്നിട്ടുണ്ട്. ലെങ്ത് എത്രയാണ്? നമുക്ക് തന്ന ലെങ്ത് എത്രയാണ്? 200 mm. അയ്യോ, കണ്ടുപിടിക്കണം എന്താ? പോയ്സൺസ് റേഷ്യോ കണ്ടുപിടിക്കണം. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. പോയ്സൺസ് റേഷ്യോ കണ്ടുപിടിക്കണം. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഓക്കെ, നോക്ക്, ഇവിടെ ഡെൽറ്റ എല്ല് തന്നിട്ടുണ്ട്, എല്ലും തന്നിട്ടുണ്ട്. ഡെൽറ്റ എല്ലും വെച്ച് നമുക്ക് എന്ത് ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റും? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ കണ്ടുപിടിച്ചോടെ. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ കണ്ടുപിടിച്ചോടെ. എന്താ ഇക്വേഷൻ? എപ്സിലോൺ എൽ ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ അല്ലേ? ഡെൽറ്റ എൽ എന്ത് കിട്ടി നമുക്ക്? 0.5. എൽ എന്താ? 200 വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും? 0.0025. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ കിട്ടി. നമുക്ക് ലാറ്ററൽ സ്ട്രെയിൻ കണ്ടുപിടിച്ചോടെ. ലാറ്ററൽ സ്ട്രെയിൻ എന്തായിരുന്നു? ലാറ്ററൽ സ്ട്രെയിൻ ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ? ഓക്കെ, ഇത് ഇവിടെ ഉണ്ടാകുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. അപ്പൊ ഇവിടെ ഉണ്ടാകുന്നത് എന്താ? ഇവിടെ ഉണ്ടാകുന്നത് ലാറ്ററൽ സ്ട്രെയിൻ. ഇവിടെ ഉണ്ടാകുന്നത് ഏതാ? തിക്നെസ് അല്ലേ? സോ സ്ട്രെയിൻ ഇൻ തിക്നെസ്, അതാണ് ലാറ്ററൽ സ്ട്രെയിൻ. എന്ത് വരും? ഡെൽറ്റ ടി ബൈ ടി. ഡെൽറ്റ ടി തന്നാൽ എത്രയാ? 0.04 ഡിവൈഡ് ബൈ ടി തന്നിട്ടുണ്ട്. ടി എത്രയാ?
ടി തിക്നെസ് എത്രയാ 50 അല്ലേ? ഒറിജിനൽ തിക്നെസ് എത്രയാ 50 ആണ്. ഒറിജിനൽ തിക്നെസ് എത്രയാ 50 ആണ്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.0008. സ്ട്രെയിൻ ആയ കാരണം യൂണിറ്റ് ഇല്ല. സോ നമുക്ക് എന്തായാലും പോയ്സൺസ് റേഷ്യോ എന്താണ്? പോയ്സൺസ് റേഷ്യോ മ്യൂ. എന്താണ് പോയ്സൺസ് റേഷ്യോ? ലാറ്ററൽ സ്ട്രെയിൻ ഡിവൈഡ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ അല്ലേ? ലാറ്ററൽ സ്ട്രെയിൻ എന്താ? എപ്സിലോൺ ടി ഡിവൈഡ് ബൈ ലോഞ്ച് സ്ട്രെയിൻ എന്താ? എപ്സിലോൺ എൽ. ഞാൻ ടി എടുക്കാൻ കാരണം ഇവിടെ തന്നത് തിക്നെസ് ആണ്. ഇപ്പോൾ ഞാൻ എനിക്കിപ്പോൾ തന്നതൊരു സർക്കുലർ ബാർ ആയിരിക്കാം. ഓക്കെ, സർക്കുലർ ബാർ ആയിരിക്കാം. അവിടെയാണ് ഞാൻ ഫോഴ്സ് കൊടുക്കണമെന്ന് വിചാരിക്കാം. അപ്പോൾ എൻ്റെ എന്തായിരിക്കും? ഇവിടെ എപ്സിലോൺ ഡി ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും? ഇവിടെ എപ്സിലോൺ ഡി ആയിരിക്കും ബാർ ആണെങ്കിൽ. ഇവിടെ എന്താ വരാത്ത കാരണം? ഇത് ക്രോസ് സെക്ഷൻ ആയ കാരണം ഞാൻ ടി എടുത്തത് കേട്ടോ. ഓക്കെ, സോ എപ്സിലോൺ ടി ബൈ എപ്സിലോൺ എൽ. എപ്സിലോൺ ഓക്കെ, എപ്സിലോൺ ടി എത്ര കിട്ടിയാണ്? 0.0008 ഡിവൈഡ് ബൈ എപ്സിലോൺ എൽ, അതായത് ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ. ലാറ്ററൽ ബൈ ലോഞ്ചിറ്റ്യൂഡൽ അങ്ങനെ പിടിക്കുക. ലാറ്ററൽ ബൈ ലോഞ്ചിറ്റ്യൂഡൽ. ഇത് ലാറ്ററൽ സ്ട്രെയിൻ ആണ്, ഇത് ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ ആണ്. സോ ലാറ്ററൽ സ്ട്രെയിൻ എത്രയാണ്? 0.008 ഡിവൈഡ് ബൈ ലോഞ്ചിറ്റ്യൂഡൽ എത്രയാ? 0.0025. ഇത് ചെയ്യുമ്പോൾ നമുക്ക് അറൗണ്ട് 0.32 എന്ന വാല്യൂ കിട്ടും. പോയ്സൺസ് റേഷ്യോ ഇക്വേഷൻ ഇല്ല. പോയ്സൺസ് റേഷ്യോ എന്തില്ല? ഇക്വേഷൻ ഇല്ല. ഓക്കെ, ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ഇ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഇയുടെ ഇക്വേഷൻ എന്താണോ? നമുക്കറിയാം സിഗ്മയുടെ ഇക്വേഷൻ P/A എന്നാണ് അറിയാം അല്ലേ? സ്ട്രെസ്സിന്റെ ഇക്വേഷൻ എന്താ? ഡെൽറ്റ എൽ ബൈ എൽ. ഇതെന്ത് സ്ട്രെസ്? ഇതെന്ത് സ്ട്രെയിനാ? ഇത് ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ ആണ് കേട്ടോ. ഇപ്പൊ മനസ്സിലായി ഇതെന്ത് സ്ട്രെയിൻ ആണ്? ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ ആണ്. ഡെൽറ്റ എൽ ബൈ എൽ ആണ്, എൽ ലെങ്ത് വൈസ്. ഇനി എന്താ നമുക്ക് ഇക്വേഷൻ? ഈയുടെ ഇക്വേഷൻ ഓർമ്മയില്ല? എന്താ? സിഗ്മ ബൈ ദി സ്ട്രെസ് ബൈ സ്ട്രെയിൻ അല്ലേ? സ്ട്രെസ് ബൈ സ്ട്രെയിന്. സ്ട്രെസ് ബൈ സ്ട്രെയിൻ. ഓക്കെ, എന്ത് സ്ട്രെയിനാ? ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ ആണ് അല്ലേ? എന്ത് സ്ട്രെയിൻ ആണ്? ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ ആണ്. ഓർത്ത് വയ്ക്കുക, ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ ആണ്. ഇതെന്ത് സ്ട്രെയിൻ ഇവിടെ വരണേ? കാരണം ഇവിടെ എന്താ? ഡെൽറ്റ എൽ ബൈ എൽ ആണ്. ഡെൽറ്റ എൽ ബൈ എൽ എന്ത് സ്ട്രെയിനാ? ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ ആണ്. ഓക്കെ, സോ സിഗ്മ എന്താ? സിഗ്മ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ? P/A അല്ലേ? സോ സിഗ്മ ഈക്വൽ ടു P/A. പി അറിയാലോ? പി എത്രയാ? 500 ഇൻറ്റു 10⁻³ അല്ലേ? 500 ഇൻറ്റു 10⁻³. സോ 500 ഇൻറ്റു 10⁻³ പി അറിയാം. എ എത്രയാ? എ എന്ന് പറഞ്ഞാൽ 50 ഇൻറ്റു 50 അല്ലേ? 50 ഇൻറ്റു 50 2500. എഴുതി തന്നിട്ടുണ്ട്, അങ്ങനെ എഴുതിക്കോ. 2500. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് അറൗണ്ട് 200 എന്ന വാല്യൂ കിട്ടും. 200 Nm². സോ സിഗ്മ കിട്ടി എത്രയാ? 200 mm² ഡിവൈഡ് ബൈ എന്ത് സ്ട്രെയിനാ പറഞ്ഞേ? ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ ആണ്. അതിന്റെ വാല്യൂ എത്ര കിട്ടിയാണ്? ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ്റെ വാല്യൂ എത്രയാണ് കിട്ടിയാണേ? 0.0025. സോ 0.0025. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഈയുടെ വാല്യൂ എന്ന് പറയുന്നത് അറൗണ്ട് 0.8 ഇൻറ്റു 10⁻⁵ Nm² എന്ന വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, നമ്മൾ ഇയും കണ്ടുപിടിക്കാൻ പറഞ്ഞാണ്, മ്യൂണും കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. രണ്ടും കണ്ടുപിടിച്ചു. ഓക്കെ, മനസ്സിലായിരിക്കുന്നു. ഓക്കെ.